കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന ചുവരെഴുത്ത്. സംഭവത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള കമ്പനിയുടേതാണ് കപ്പൽ. 150ഓളം തൊഴിലാളികളെ ചോദ്യം ചെയ്തു. പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടരുകയാണ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ അസ്വാഭാവികതയാണോ ഇതിൽ സംശയിക്കുന്നത്? അതിനപ്പുറം മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്? രേണുക, ഇതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടൊപ്പം CSFന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ ഇതിൻ്റെ പാരലായിട്ടൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇത് UK ആസ്ഥാനമായ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉൾച്ചുവരുകളിലാണ് ഒരു മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് പോലെ ചുമരിൽ കോറിയിരിക്കുന്നത് പോലെ ലവ് പാകിസ്ഥാൻ എന്നുള്ള രീതിയിലേക്ക് എഴുതിയിരിക്കുന്നത്. ഇതിൽ പോലീസ് സംശയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചതായിരിക്കും, അല്ല എങ്കിൽ ഈ കപ്പൽ ഒരു വിദേശത്തു നിന്നുള്ള ഷിപ്പിംഗ് കമ്പനിയുടേതാണ്. അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതുണ്ടായിരുന്നോ ഇല്ലയോ എന്ന സംബന്ധിയായ കാര്യങ്ങൾ ആർക്കും തന്നെ ഒരു വ്യക്തതയില്ല. ഈ ഭാഗത്തൊന്നും CCTVയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ എങ്കിലും പോലീസ് ഇത് അന്വേഷിക്കുകയാണ്. അതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കൊച്ചി കപ്പൽശാല കേന്ദ്രീകരിച്ച് നേരത്തെയും തന്നെ ചില ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ കേസെടുക്കുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും നടന്നിരുന്നു. ഈ INS വിക്രാന്ത് പോലുള്ള വലിയ ദ്വീപ സുരക്ഷാ രീതിയിലുള്ള കപ്പലുകൾ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രഹസ്യ വിവരങ്ങളടക്കം ചോരുന്ന രീതിയിലേക്ക് വന്നു. NIA അടക്കം അന്വേഷണം നടത്തി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് വളരെ ഗൗരവത്തോടുകൂടി കേന്ദ്ര ഏജൻസികളടക്കം ഇതിൻ്റെ ഒരു നിരീക്ഷണത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവർ ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. 150ഓളം തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടെ നിരവധിയായ ഇതര സംസ്ഥാനക്കാരായ നിരവധിയായ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കൊച്ചി കപ്പൽശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നിർമ്മാണ കേന്ദ്രവുമാണ്. ഏതായാലും ഇവിടെ ഈ രീതിയിലൊരു സംഭവം നടന്നത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ഇത് അന്വേഷണത്തിലേക്കെല്ലാം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. നിരവധിയായ തൊഴിലാളികളടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയും പോലീസ് സംശയിക്കുന്നൊരു കാര്യം, ഇവിടേക്ക് എത്തിച്ചപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.